ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെമി കണ്ടക്ടർ ഡയോഡിനെ കുറിച്ചാണ്. അപ്പോൾ സെമി കണ്ടക്ടർ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ യൂണി ജംഗ്ഷൻ അല്ലെങ്കിൽ PN ജംഗ്ഷൻ ഡയോഡ്. ഇവിടെ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് ടു എ സ്വിച്ച് വിച്ച് ഈസ് യൂണി ഡയറക്ഷണൽ. നോർമലി സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബൈ ഡയറക്ഷണലാണ്. ഇവിടെ ഡയോഡ് എന്ന് പറയുന്നത് ഈ സെമി കണ്ടക്ടർ ഡിവൈസിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നോർമലുള്ള സ്വിച്ച് നമുക്ക് ഓണാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മെക്കാനിക്കൽ ആയിട്ട് നമ്മൾ ടച്ച് ചെയ്ത് ഓൺ ഓഫ് പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നതിനനുസരിച്ചാണ് സാധാരണ നോർമൽ സ്വിച്ച് ഓണും ഓഫും നമ്മളാക്കുന്നത്. അതേ അവസരത്തിൽ ഡയോഡ് എന്ന് പറയുന്നത് അതിന് അപ്ലൈ ചെയ്യുന്ന ആ ഡയോഡിനെ ക്രോസ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ സിലിക്കോൺ ഡയോഡാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ നിയോ വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.7 വോൾട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഡയോഡ് എന്ന് പറയുന്ന സ്വിച്ച് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് അപ്ലൈ 0.7 വോൾട്ട് അക്രോസ് ദാറ്റ് ഡയോഡ്. അത് നമ്മളൊരു സർക്യൂട്ട് ഡയഗ്രത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. See here a bulb it's having 10 volt rating. Now നമ്മൾ ഇവിടെ ഒരു വേരിയബിൾ പവർ സപ്ലൈ വെച്ച് 0 to 10 വോൾട്ട് വരെ വാരി ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 0 to 0.7 വോൾട്ട് വരെ ഡയോഡ് എന്ന് പറഞ്ഞ ഈ സ്വിച്ച് ഓണാവില്ല. ഡയോഡ് എന്ന് പറഞ്ഞ സ്വിച്ച് ഓണാവണമെന്നുണ്ടെങ്കിൽ മോർ ദാൻ 0.7 വോൾട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ മോർ ദാൻ 0.7 വോൾട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഡയോഡ് എന്ന് പറഞ്ഞ സ്വിച്ച് ഓണാവുകയും ഇതിന് അക്രോസ് 0.7 വോൾട്ട് ആയിട്ട് അത് നിൽക്കുകയും ചെയ്യും. അതേ അവസരത്തിൽ വീണ്ടും നമ്മൾ വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് ഈ ബൾബിന് അക്രോസുള്ള വോൾട്ടേജ് ഇറ്റ് വിൽ ഇൻക്രീസ് ഗ്രാജ്വലി 0.1, 0.2, 0.3 like that up to 9.3 volt while we are applying 10 volt. Okay.